ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയ ഡിഷായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് പച്ച ചെമ്മീനും പച്ചമാങ്ങയും കൂടെ ഇട്ടിട്ട് നല്ല സൂപ്പർ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെൽക്കം ടു ഗിരീസ് ട്രഡീഷണൽ ഇന്ത്യൻ കുക്കിംഗ്. ഷ്രിംപ് പച്ചമാങ്ങ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്: ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 5 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത്, 5 പച്ചമുളക് കീറിയത്, കുറച്ച് കരിവേപ്പില. ഇത് പുളിയുള്ള 2 പച്ചമാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്നത്. ഇത് ഏകദേശം 1/2 കിലോ ചെമ്മീൻ കാണും. ഇത് നന്നായി ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്നതാണ്. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു. ഇനി മൺചട്ടി അടുപ്പത്ത് വച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. നമ്മുടെ ഈ മൺചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിയെല്ലാം ആവശ്യത്തിന് വഴണ്ടു. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഇടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒരു 2 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കാം. മസാല റെഡിയായി. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമാങ്ങ ഇടാം. ഇനി ഒരു 2 മിനിറ്റ് ഇത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി ഈ മാങ്ങ വേകാൻ ആവശ്യത്തിനുള്ള 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ മാങ്ങ വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ മാങ്ങയെല്ലാം വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അരയ്ക്കാനായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നതാണ് 1/2 മുറി തേങ്ങ, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമാങ്ങയിൽ നിന്ന് ഒരു 5-6 കഷ്ണം പച്ചമാങ്ങ, നമ്മൾ വഴറ്റിയ സവാള ഉള്ളിയിൽ നിന്ന് 2 ടീസ്പൂൺ സവാള ഉള്ളി. ഇതെല്ലാം നല്ല വെണ്ണ പോലെ നമുക്കിനി അരച്ചെടുക്കാം. ഈ തേങ്ങയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. മാങ്ങ ശരിക്കും വെന്തു. ഇതിലേക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീന് അധികം വേവില്ല. 5 മിനിറ്റ് നേരം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ചെമ്മീനെല്ലാം വെന്തു. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഈ അരപ്പ് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ മാങ്ങാ ചെമ്മീൻ കറി റെഡിയായി. അന്നേരം നമുക്കിത് വാങ്ങാം. നമ്മുടെ അരപ്പ് തിളച്ച് തുടങ്ങി. നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് ഇത് വാങ്ങി വയ്ക്കാം. ഇത് ചട്ടിയിൽ ഇരുന്നും കുറച്ച് തിളയ്ക്കുന്നതായിരിക്കും. ഉപ്പെല്ലാം ഉണ്ടോ എന്ന് ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം.
ഇത് വാങ്ങി വച്ചിട്ട് ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാം. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഈ ഉള്ളി ഇനി ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് ഇതോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിലേക്ക് ഇനി ഒരു 3 ചുവന്ന മുളക് മുറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് റെഡിയായി. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. നമ്മുടെ കടുക് വറുത്ത് റെഡിയായി. ഇനി ഇത് കറിയിലേക്ക് ഇട്ടിട്ട് ഇളക്കാം. ഈ കടുക് വറുത്ത് ഞാൻ ഈ കറിയിലേക്ക് ഇട്ട് ഇളക്കിയെടുത്തു. ഇനി ഇത് സെർവിങ് ബോളിലോട്ട് മാറ്റാം. നമ്മുടെ ചെമ്മീൻ പച്ചമാങ്ങ കറി റെഡിയായി. നല്ല സൂപ്പർ രുചിയുണ്ട്. ഇത് നല്ല കുത്തരി ചോറിൻ്റെ കൂടെ ഉണ്ണാൻ എന്ത് രുചിയാണെന്നറിയാമോ? അപ്പോൾ എല്ലാവരും ഇതോണം ട്രൈ ചെയ്യുക, കമൻറ്റ് പറയുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും തിരിച്ചു വരുന്നതായിരിക്കും.